എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ഒറ്റ വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുള്ള എല്ലാ അലോട്ട്മെൻറ്റ്സിൻ്റെ കറൻറ്റ് അപ്ഡേഷൻ നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എല്ലാ വീഡിയോയും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ LBSൻ്റെ അപ്ഡേറ്റ്സ് പറയാനുള്ളത്, നാളെ 5 മണിക്ക് മുമ്പായിട്ട് കറക്ഷൻസ് നിങ്ങൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നാളെയും കൂടെ നിങ്ങൾക്കൊരു അവസരം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ LBSൻ്റെ അപ്ഡേറ്റ്സ് ഇതാണ്. കറക്ഷൻ ടൈമിൻ്റെ പീരീഡ് നാളെയാണ് അവസാനിക്കുന്നത്. ഇതുവരായിട്ട് കറക്ഷൻസ് ചെയ്യാത്തവരും ഇനി കറക്ഷൻ ചെയ്തവരാണെങ്കിലും നിങ്ങളുടെ ഡീറ്റെയിൽസ് കറക്റ്റാണെന്ന് പറഞ്ഞ് ലാസ്റ്റ് കൺഫർമേഷൻ കൊടുക്കേണ്ടതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫ്രണ്ട്സിനും നിങ്ങൾ LBS അപ്ലൈ ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് അലോട്ട്മെൻറ്റ്സ് വരുന്നത് PNC മാക്കിൻ്റെയാണ്. PNC മാക്കിൽ ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് റിജക്റ്റഡ് ലിസ്റ്റ്, അതായത് PNC മാക്ക് അപേക്ഷിച്ച കുറച്ച് പിള്ളേരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് ഈ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റിൽ 50% മുകളിൽ ഈച്ച് സബ്ജക്റ്റിൽ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമാണ് PNC മാക്കും അതേപോലെ LBS ആണെങ്കിലും AMCS FNCK ആണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ മാർക്കില്ലാത്ത കുട്ടികൾ അപ്ലൈ ചെയ്തത് റിജക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ റിജക്ഷൻ ലിസ്റ്റ് നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും PNC മാക്കിൽ ഇപ്പോൾ കറൻറ്റ് അവൈലബിൾ ആയിട്ടില്ല. അലോട്ട്മെൻറ്റ്സും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതേപോലെ തന്നെ സൈറ്റിൽ അപ്ലോഡ് ആയി വരുന്നതാണ്. റിജക്റ്റഡ് ലിസ്റ്റിൽ ആരൊക്കെ പേരുണ്ട് അപ്ലൈ ചെയ്തവരൊന്ന് ചെക്ക് ചെയ്യുക. ലിസ്റ്റ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് PNC മാക്കിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കിനി AMCS FNCKയുടെ കറൻറ്റ് അപ്ഡേറ്റ്സ് നോക്കാം. നമുക്ക് ഇപ്പോൾ സൈറ്റിൽ നമുക്ക് പുതിയ അപ്ഡേറ്റ്സ് ഒന്നും ലഭ്യമായിട്ടില്ല. ഇനി അടുത്തത് അലോട്ട്മെൻറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് 25-നായിരുന്നു ലാസ്റ്റ് അപ്ലിക്കേഷൻ ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നഴ്സിങ്ങിന് നിങ്ങൾ PNC മാക്ക് ആണെങ്കിലും AMCS FNCK ആണെങ്കിലും അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് ഇപ്പോൾ കറൻറ്റ് അപ്ഡേഷൻ അലോട്ട്മെൻറ്റ്സ് ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല. ഏകദേശം LBSൻ്റെ ആണെങ്കിലും മാനേജ്മെൻറ്റ് അസോസിയേഷൻ ആണെങ്കിലും ഒരേ സമയത്ത് തന്നെ ആയിരിക്കും അലോട്ട്മെൻറ്റ്സ് ഒക്കെ പ്രസിദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഒരേ സമയത്താവുമ്പോൾ. അപ്പോൾ ഇതാണ് AMCS FNCKയുടെയും PNC മാക്കിൻ്റെയും കറൻറ്റ് അപ്ഡേറ്റ്സ് വരുന്നത്. ഇനി CPASൻ്റെ നോട്ടിഫിക്കേഷൻ കറൻറ്റ്ലി നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. നിങ്ങളെ മെയിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം CPASന് നിങ്ങൾ ഡയറക്റ്റ് സെൻറ്റേഴ്സിൽ പോയിട്ട് ഇൻ്റർവ്യൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ മെയിലിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം ലേറ്റസ്റ്റ് ഇതിൽ അനൗൺസ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻസ്, റാങ്ക് ലിസ്റ്റിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും റാങ്ക് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കോൾ വരും. നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യേണ്ടത്. CPASൻ്റെ അപ്ഡേറ്റ്സ് ഇതാണ്. ഇനി നിങ്ങൾ പാരാമെഡിക്കൽ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അപ്ലൈ ചെയ്യാനിരിക്കുന്ന കുട്ടികൾക്കുള്ളൊരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. SPMA എന്നാണ് പറയുന്നത്. ഇത് സെൽഫ് ഫിനാൻസിങ് മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് വരുന്ന നഴ്സിംഗ് അല്ലാണ്ട് നിങ്ങൾ പാരാമെഡിക്കലാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് ഈ SPMA വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഡൊണേഷൻ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് UG, PG അതേപോലെ ഡിപ്ലോമ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്. പ്രോസ്പെക്റ്റ് ഡൗൺലോഡ് ചെയ്ത് കറക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വായിക്കുക. ഈ മാസം, അതായത് ഓഗസ്റ്റ് 22-ാം തീയതി വരെയാണ് ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ വരുന്നത്. ഓരോ ഡീറ്റെയിൽസും ഓരോ സ്ട്രക്ചേഴ്സ്, അതിൻ്റെ ഫീസ് സ്ട്രക്ചറൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കരിയർ ഹെൽപ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് ചെയ്താൽ അറിയാൻ സാധിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.